നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മദർ ഓഫ് 1084 ബൈ മഹാശ്വേത ദേവി. ഇതിൻ്റെ സമ്മറി, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഓതറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ വീഡിയോൻ്റെ ലിങ്ക് ഒന്നില്ലെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തീംസ്, സിംബൽസ്, നറേറ്റീവ് ടെക്നിക്സ്, ലിറ്റററി ഡിവൈസസ്, പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇതിൽ ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് ഡിസ്കവറി. നമുക്കറിയാം ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായ അല്ലെങ്കിൽ പ്രൊട്ടഗോണിസ്റ്റായ സുജാത ഫസ്റ്റ് എങ്ങനെയായിരുന്നു, ഒരു കാര്യത്തിലും ഫാമിലിയുടെ ഒരു കാര്യത്തിൽ പോലും ഒരു പ്രോബ്ലത്തിൽ പോലും ഇൻവോൾവ് ആകില്ല. തൻ്റെ ഹസ്ബൻഡ് അത്രയും ഒരു തെറ്റ് ചെയ്യുന്നത് അറിഞ്ഞിട്ട് പോലും അതിനെക്കുറിച്ച് ചോദിക്കാതെ അത്രയും കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു കാര്യത്തിലെയും എതിർത്ത് നിൽക്കുക, അല്ലേ, റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറൊന്നും ആയിരുന്നില്ല. പിന്നീട് തൻ്റെ മകൻ മരിച്ചതിന് ശേഷം ഈ സൊസൈറ്റി എന്ത്, സൊസൈറ്റിയിൽ നറ്റലിസം എന്ത്, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നടക്കുന്ന കറപ്ഷൻ എന്ത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അവർ സെൽഫ് ഡിസ്കവറി ചെയ്യുകയാണ്. പിന്നീട് തൻ്റെ മകന് വേണ്ടിയിട്ട്, ഫാമിലി മകനെ ഇഗ്നോർ ചെയ്യണ സമയത്ത് തൻ്റെ മകന് വേണ്ടി ഒറ്റയ്ക്ക് ലോൺലി അവരെന്ത് ചെയ്യാണ്, ആ വീട്ടിൽ നടക്കുന്ന ആ മകനെ എല്ലാവരും ഇഗ്നോർ ചെയ്യുമ്പോൾ ആ ഒരു ഇൻജസ്റ്റിസിന് വേണ്ടി പോരാടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുക, ഒരു അപ്പൊളിറ്റിക്കൽ വുമൺ പൊളിറ്റിക്കലി ചേഞ്ച് ആകുന്നതും നമുക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാം. അതുപോലെ തന്നെ മദർഹുഡ് ആൻഡ് സാക്രിഫൈസ്, അതായത് സുജാതയുടെ മകൻ മരിക്കുന്നതിന് മുൻപ് സുജാത വന്നിട്ട് ഫാമിലിയിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഹസ്ബൻഡിന് മൾട്ടിപ്പിൾ സെക്ഷുവൽ റിലേഷൻഷിപ്പ് മറ്റു സ്ത്രീകളുമായിട്ടുള്ളപ്പോഴും അതെല്ലാം അറിഞ്ഞിട്ടും എന്താണ് ശരി ഫാമിലി തകർന്ന് പോകണ്ട എന്ന് കരുതിയിട്ടാവും എന്താണ് അവർ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാതിരുന്നതും. അതുപോലെ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, അല്ലേ, ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാം സഹിച്ചു കൊണ്ടിരുന്നത്. അതാണ് ഒരു മദർഹുഡ് ആൻഡ് സാക്രിഫൈസ്. അതുപോലെ തന്നെ തൻ്റെ ബിലൗഡ് ചൈൽഡായ ബ്രതി മരിച്ചപ്പോൾ ഉള്ള ആ ട്രാൻസ്ഫോർമേഷനാണ് ആ മദർഹുഡ് എന്ന തീമിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ നച്ചലിസം നമ്മൾ പറഞ്ഞു, ഈ നച്ചലിസം ബേസ് ചെയ്തിട്ടാണ് ഈ എൻറ്റയർ പ്ലേ ഉള്ളത്. 1916 and 1970 ഇന്ത്യയിൽ നടന്ന ഒരു കമ്മ്യൂണിസത്തിൽ നിന്നും ഉണ്ടായ ഒരു മൂവ്മെൻറ്റാണ് എന്താ ഈ നച്ചലിസം എന്ന് പറയുന്നത്. അതുപോലത്തെ തീംസ് തന്നെയാണ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസ്, പവർ ആൻഡ് റെസിസ്റ്റൻസ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ്. ഇത് സെയിം ഇപ്പം ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, ആ കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന തീംസ് തന്നെയാണ് ഇതും. ഇനി നമുക്ക് സിമ്പിൾസ് നോക്കാം. ഇത് നമ്പർ 1084 ആണ് ഇതിലെ ഫസ്റ്റ് സിമ്പിൾ. ഇത് ടൈറ്റിലിൽ നിന്നും എടുത്തതാണ്. സുജാതയുടെ അമ്മയെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്ന സമയത്ത് എങ്ങനെയാണ് വിളിക്കുന്നത്, മദർ ഓഫ് 1084, അതായത് ടൈറ്റിൽ അങ്ങനെയായിട്ടാണ് വിളിക്കുന്നത്. ഈ 1084 സിംബലൈസ് ചെയ്യുന്നത് ആ റെബല്യൻ, ആ ഒരു റെസിസ്റ്റൻസ്, ചെറുത്തു നിൽക്കുക, അതിനെയൊക്കെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയ പീപ്പിൾ, ഇതിലെ ട്രൈബ്സ് ആൻഡ് പെസൻസിനെയൊക്കെ എന്താണ് വളരെ ഇൻജസ്റ്റിസ് നേരിട്ടു, അല്ലേ, അവർ ഒരുപാട് പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി ഒരുപാട് ഇൻജസ്റ്റിസ് അവർ നേരിട്ടു. അതിനെ റിമൈൻഡ് ചെയ്യുന്ന രീതിക്കുമാണ് ഈ 1084 എന്ന നമ്പർ ഇവിടെ ഓതർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് സാരി, നമുക്കറിയാം ലാസ്റ്റ് ഫാമിലി എൻഗേജ്മെൻറ്റ്, തുള്ളിയുടെ എൻഗേജ്മെൻറ്റ് സമയത്ത് വൈറ്റ് സാരി ഉടുത്തിട്ടാണ് സുജാത അവിടെ വന്ന് നിൽക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്, അവർക്ക് അതിനോട് താല്പര്യമില്ല, എല്ലാവരും ബ്രതിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുന്നതല്ല, ബ്രതിയെ മറന്നുകൊണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുന്നതല്ല ആർക്ക് താല്പര്യമില്ല, സുജാതയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ ഒരു മദറായിട്ട് എന്താണ് ഇങ്ങനെ കുടുംബത്തിൽ നടക്കുന്ന ഇൻജസ്റ്റിസിനെ എതിർത്ത് നിൽക്കാനും അതേപോലെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിക്കുമാണ് അവർ വൈറ്റ് സാരി ധരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല അത് മകനോടുള്ള ആ സ്നേഹം കാണിക്കാനുമാണ് എന്താണ് ആ വൈറ്റ് സാരി, തൻ്റെ മകൻ മരിച്ചതിലുള്ള ദുഃഖം കാണിക്കാനുമാണ് ആ വൈറ്റ് സാരി അവർ വിയർ ചെയ്തത്. പിന്നീട് പോലീസ് സ്റ്റേഷൻ സിംബലൈസ് ചെയ്യുന്നത് കറപ്ഷൻ, അതുപോലെ എന്താണ് അതോറിറ്റി, കൺട്രോൾ, അവർ എന്ത് ഇൻജസ്റ്റിസും കാണിക്കാം, അവരുടെ കയ്യിൽ പവർ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് എന്ത് ഇൻജസ്റ്റിസും കാണിക്കാം, അതുകൊണ്ടാണ് അവർ അത്രയും പേരെ എൻകൗണ്ടർ ചെയ്തത്. അങ്ങനെ ഇൻജസ്റ്റിസ്, അതേപോലെ ഫിയർ, അതേപോലെ അതോറിറ്റി, കൺട്രോൾ, പവർ, ഇതൊക്കെ സിംബലൈസ് ചെയ്യാണ് പോലീസ് സ്റ്റേഷൻ ആൻഡ് പോലീസ്. ഇനി നമുക്കിതിൽ ലിറ്റററി ഡിവൈസസ് നോക്കാം. അതിൽ ഫസ്റ്റ് ലിറ്റററി ഡിവൈസാണ് മെറ്റഫർ. ഇതിൽ ബ്രതി, സൺ ബ്രതി, സുജാതയുടെ മകനായ ബ്രതിയെ സിംബോളിക്കലി എങ്ങനെയാണ് വിളിക്കുന്നത്, മദർ ഓഫ് 1084 എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ മദർ ഓഫ് 1084 മെറ്റഫറിക്കലി പറയുന്നത് ആരെയാണ്, ബ്രതിയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ലിറ്റററി ഡിവൈസാണ് ഐറണി. ആദ്യം ഐറണിക്കലി സുജാത വന്നിട്ട് അത്രയും കംഫേർട്ടായിട്ട് അങ്ങനെ നിന്നിരുന്ന സുജാത പിന്നീട് എങ്ങനെയായിട്ട് മാറുകയാണ്, റെസിസ്റ്റൻസ് ആൻഡ് റെബല്യൻ, അതായത് അത്രയും കറപ്റ്റഡ് ആയ സിസ്റ്റത്തോട്, അത്രയും ഒപ്രസ് ചെയ്യുന്ന സിസ്റ്റത്തിനോട് അവരത്രയും റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സുജാതയാണ് കാണുന്നത് നമുക്ക്, അല്ലേ. കംഫേർട്ടായിട്ടും ഫസ്റ്റ് എങ്ങനെയായിരുന്നു, ഭയങ്കര കംഫേർട്ടായിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിരുന്ന സുജാതയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ഐറണിക്കലി അവർ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഓതർ പ്രസൻറ്റ് ചെയ്തിരിക്കുക.
ദെൻ ദ നെക്സ്റ്റ് ലിറ്റററി ഡിവൈസസ് ഇസ് ഫോർ ഷാഡോയിങ്. ഫോർ ഷാഡോയിങ് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറച്ച് ഹിൻറ്റുകളിലൂടെ നേരത്തെ നമ്മളെ അറിയിക്കുക. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ തന്നെ ഇത് കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഇതിൽ സുജാത എന്ന് പറയുന്ന ക്യാരക്ടർ മകൻ്റെ മരണത്തിന് ശേഷം ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻജസ്റ്റിസ് അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ കുറച്ച് ബോൾഡ് ആകും ഇനി എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു പ്ലേ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഈ വേൾഡിൽ നമ്മൾ എത്രയും വേഴ്സ്റ്റായ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോൾഡാവും, നാച്ചുറലി നമ്മൾ ബോൾഡാവും. അപ്പോൾ അതുപോലെ തന്നെ അത്രയും ബിലൗഡായ സൺ തന്നെ ഇല്ല, ഫാമിലി അവനെ ഇഗ്നോർ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അപ്പോഴും എന്താണ് ആരും ഒരാൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കില്ല, അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്താണ് ഒരു ഫോർഷാഡോയിങ്ങിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ ഒരുപാട് ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഓതർ ഇതിൽ. അങ്ങനെ ലിറ്റററി ഡിവൈസസ് കഴിഞ്ഞു. നമുക്കിനി നറേറ്റീവ് ടെക്നിക്സ് നോക്കാം. അതിൽ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ ഒംനിഷൻ പോയിന്റ് ഓഫ് വ്യൂവും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാഷ് ബാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് ബാക്കിൽ തൻ്റെ മകൻ മരിച്ചുപോയ കാര്യം ആലോചിച്ചതിന് ശേഷമാണ് പിന്നീടാണ് പ്രസൻറ്റിലേക്ക് വരുന്നതും പിന്നീടാണ് നമുക്ക് സുജാതയുടെ ട്രാൻസ്ഫോർമേഷൻ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, അതായത് ഹ്യൂമൻസിൻ്റെ തോട്ട്സ് ഇങ്ങനെ നാച്ചുറലി ഫ്ലോ ചെയ്ത് ആ രീതിക്ക് എഴുതുന്നത്. ഇപ്പം നമ്മളുടെ ജെയിംസ് ജോയ്സി അതുപോലെ തന്നെ വിർജീനിയ വുൾഫ് അവരുടെയൊക്കെ വർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുണ്ട്. അത്രയും എന്താ പറയുക ഫ്ലോ ആയിട്ടായിരിക്കും ഒരു ഹ്യൂമൻ്റെ തോട്ട്സ് ഫീലിങ്സ് അവരുടെ ഇന്നർ എക്സ്പീരിയൻസ് ഒരു ക്യാരക്ടറിൻ്റെ അത്രയും തോട്ട്സും ഇന്നർ ഫീലിങ്സൊക്കെ ഒരു ഫ്ലോ ഒരു കണ്ടിന്യൂസ് ഫ്ലോയിൽ അങ്ങനെ അതെന്താ പറയുക അതിൽ എന്താണ് ചിലപ്പോൾ കറക്റ്റ് ഒരു ഓർഡറൊന്നും ഉണ്ടാവില്ല, ആ ഫ്ലോയിൽ ഇങ്ങോട്ട് എഴുതുക എന്ന് പറയില്ലേ, അങ്ങനെ ആ സ്ട്രീം ഓഫ് കോൺഷ്യസ് ടെക്നിക്ക് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു നറേറ്റീവ് ടെക്നിക്കാണ് നോൺ ലീനിയർ സ്ട്രക്ചർ. അതായത് ഒരു കറക്റ്റ് ഓർഡറൊന്നും അല്ല ഇത് കഴിഞ്ഞാൽ ഇതാണെന്ന് പറയാനായിട്ട്, കുറച്ച് ഫ്ലാഷ് ബാക്സ് ഉണ്ട്. അപ്പോൾ അതൊരു കറക്റ്റ് ഓർഡർ സ്ട്രക്ചർ ഒന്നുമല്ല, ഒരു നോൺ ലീനിയർ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ഇറ്റ്സ് എ ക്ലീഷേ. നമുക്കറിയാം ഒരു പ്ലേ എന്ന് പറയുമ്പോൾ അതിൽ ഡയലോഗ്സ് അൺഅവോയ്ഡബിൾ ആണ്. അപ്പോൾ ഇനിയൊരു നറേറ്റീവ് ടെക്നിക്ക് നമുക്ക് ഡയലോഗ് എന്ന് എഴുതാം. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കാൻ പോണത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ശരിക്കും ആകെ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതും കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വൺ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇൻ ദ പ്ലേ. ഇതിൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് സുജാതയാണ്. സുജാതയുടെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിൽ ഫസ്റ്റ് സുജാത എങ്ങനെയായിരുന്നു, അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിരുന്ന ലേഡി, ഒന്നിലും ഇൻവോൾവ് ആകാതെ എത്രയും എന്ത് നടന്നാലും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഇൻജസ്റ്റിസിനെതിരെ ഒന്നും വോയിസ് റേസ് ചെയ്യാത്ത ലേഡി. പിന്നീട് തൻ്റെ മകന് മരിച്ചതിന് ശേഷമുള്ള ആ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നീട് പൊളിറ്റിക്കൽ വുമൺ പൊളിറ്റിക്കലി ചേഞ്ച് ആകുന്നു, എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ പിന്നീട് അവർക്ക് ഈ സൊസൈറ്റിയിൽ നടക്കുന്ന നക്സലൈറ്റ് മൂവ്മെൻറ്റ് എന്ത്, സൊസൈറ്റിയിൽ നടക്കുന്ന കറപ്ഷൻ എന്ത്, സൊസൈറ്റിയുടെ റിയൽ ഫേസ് എന്ത് എന്നൊക്കെ മനസ്സിലാക്കിയ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്. മാർക്കിനനുസരിച്ച് എഴുതുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ സം കീ ഇവൻറ്റ്സ് ഓഫ് ദ നക്സലൈറ്റ് മൂവ്മെൻറ്റ് ഇൻ ദ പ്ലേ മദർ ഓഫ് 1084 ബൈ മഹാശ്വേത ദേവി. ഇതിൽ കീ എലമെൻറ്റ്സ് ചോദിച്ചിരിക്കുന്നത് നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ അതപ്പോൾ നമ്മൾ 1960-1970 നടന്ന ആ ഒരു ഹിസ്റ്ററി, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നടന്ന നക്സലൈറ്റ് മൂവ്മെൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം ഇതിലെങ്ങനെ അതിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് കൂടെ നിങ്ങൾക്ക് ഈ സമ്മറി അറിയണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് സജഷൻ അതുപോലെ നോട്ട്സ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഏത് വർക്കായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു മലയാളം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.